ഹേ ഗായ്സ്, വെൽക്കം ടു ഇഷ സ്പൈസ് ടേസ്റ്റ് വേൾഡ്. എല്ലാവർക്കും നമസ്കാരം. ഓണത്തിരക്കായിരിക്കും എല്ലാവരും. അപ്പോൾ ഈ ഒരു ഓണക്കാലത്ത് നമ്മളെല്ലാവരും ഓണസദ്യയും തയ്യാറാക്കാനും ഡ്രസ്സസൊക്കെ വാങ്ങാനും അങ്ങനെ പല കാര്യങ്ങൾക്ക് നല്ല തിരക്കായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുവാണെങ്കിൽ അപ്പോൾ നമ്മുടെ വീട്ടമ്മമാരെ എല്ലാവരും പെട്ടെന്ന് തന്നെ ടെൻഷൻ അടിച്ചു പോകുമല്ലേ. അപ്പോൾ ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. അവർക്ക് വേണ്ടിയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ 10 to 15 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു വെജ് താലി പ്രിപ്പയർ ചെയ്യാം കേട്ടോ. അപ്പം ഈ ഒരു വെജ് താലി നമ്മൾ എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നതെന്ന് നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ കേട്ടോ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ഒരു നമ്മുടെ വെജ് താലി തയ്യാറാക്കിയാലോ. അതിനായിട്ട് ഞാനൊരു ഗ്രേവിയാണ് ആദ്യം പ്രിപ്പയർ ചെയ്യണത്. അതിന് ഒരു കടായി എടുത്തിട്ടുണ്ട്. കടായിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിവിടെ ഒരു സവോളയാണ് എടുത്തിരിക്കുന്നത്. ഒരു 2 മീഡിയം സൈസ് സവോള ക്യൂബ്സ് ആക്കി കട്ട് ചെയ്ത് അത് ഓരോ ഇതളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കം അതും ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. ലൈറ്റായിട്ടൊന്ന് കുക്കായാൽ മതി കേട്ടോ. ക്യാപ്സിക്കവും സവോളയും ജസ്റ്റ് ഒന്ന് കുക്ക് വാടി കിട്ടിയാൽ മതി കേട്ടോ. ഇതുപോലെ മിക്സ് ചെയ്ത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. സവോളയും ക്യാപ്സിക്കും നന്നായിട്ടൊന്ന് കുക്കായി ചെറുതായിട്ടൊന്ന് വാടി കുക്കായതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതേ സെയിം കടായിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലൊന്ന് ചേർത്ത് കൊടുക്കാം. ഓയിൽ ഏകദേശം നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഇതിലോട്ട് ഒരു ടീസ്പൂണ് പെരിഞ്ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു ചെറിയ പീസ് പട്ടായം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വക മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ നമ്മുടെ സവോള ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ക്യൂബ്സ് ആക്കി സവോള എടുത്തിട്ടില്ലേ, അതിൻ്റെ ബാക്കി വന്ന സവോളയാണ്. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ലൈറ്റായിട്ട് ഗോൾഡൻ ഷെയ്ഡ് ആവുന്നതിന് വരെ വഴറ്റിയതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു ടീസ്പൂണ് നമ്മുടെ കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ഗ്രേവിക്ക് ഒരു ചെറിയ തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലോട്ട് കടലപ്പൊടി ചേർക്കുന്നത്. ഇനി ഈ വക എല്ലാം നന്നായിട്ട് ആ കടലപ്പൊടിയുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവോളയും നമ്മുടെ കടലമാവിൻ്റെ പച്ചമണം എല്ലാം മാറിയതിന് ശേഷം ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് മസാലകൾ ആഡ് ചെയ്യാം. അതിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂണ് നമ്മുടെ മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല, ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തതിന് ശേഷം എരിവിൻ്റെ അനുസരിച്ച് ഒരു ടീസ്പൂണ് മുളക് പൊടിയാണ് ഞാൻ ചേർത്തേക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് മുളക് പൊടി ചേർത്തോളൂ. ഇനി ഒരു മീഡിയം സൈസ് തക്കാളിക്ക തീരെ നൈസായിട്ട് ചോപ്പ് ചെയ്ത് അതും കൂടെ ആഡ് ചെയ്ത് ഈ വക എല്ലാം നന്നായിട്ട് വഴറ്റി തക്കാളിക്ക നന്നായിട്ടൊന്ന് കുക്കാവുന്നിടം വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂണ് തൈര്, അധികം പുളിയില്ലാത്ത തൈര് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം അതും കൂടെ നമ്മുടെ ഈ ഒരു മിക്സറിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിം വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ തൈരിൻ്റെ മിക്സർ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഓയിലെല്ലാം റിലീസ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഹാഫ് കുക്കാക്കി വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും സവോളയും കൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ഒരു മസാലക്കൂട്ടെല്ലാം നമ്മുടെ സവോളയും ക്യാപ്സിക്കമിലും മിക്സ് ആകുന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു ടീസ്പൂണ് കസ്തൂരി മേഥി ജസ്റ്റ് ക്രഷ് ചെയ്ത് നമുക്കിതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം നമുക്കിതിലോട്ട് ഗ്രേവിയുടെ തിക്നെസ് അനുസരിച്ച് നമുക്ക് എത്രമാത്രം ഗ്രേവി വേണം അതനുസരിച്ച് നല്ല തിളച്ച വെള്ളം നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് മല്ലി ഇലയും കൂടെ ചോപ്പ് ചെയ്ത് അതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നമ്മുടെ ഓണിയൻ ക്യാപ്സിക്കം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ചോറിൻ്റെ ഒപ്പം ഇത് മാത്രം മതി, അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇനി നമുക്ക് പനീർ റോസ്റ്റ് ഒന്ന് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബൗൾ എടുക്കാം. ബൗളിലോട്ട് ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല, ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ പീസ് നാരങ്ങയുടെ നീര്, അതായത് ഒരു 1.5 ടേബിൾ സ്പൂണ് നാരങ്ങ നീരും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വക ആഡ് ചെയ്തതിന് ശേഷം ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസാണ്, അതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് 1 to 2 ടീസ്പൂണ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ വക എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മുളക് പൊടിയും എല്ലാം നന്നായിട്ട് യോജിച്ച് വരുന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിടുക. അതിനുശേഷം ഒരു ടീസ്പൂണ് നമ്മുടെ ഓയിലും കൂടെ ചേർത്ത് ഒരു ഇത്തിരി മല്ലി ഇലയും കൂടെ ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി ഞാനിവിടെ ഹോം മെയ്ഡ് പനീറാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അത് ജസ്റ്റ് ഒന്ന് നമ്മുടെ എത്ര സൈസാണ് വേണ്ടത് അതനുസരിച്ച് നമുക്കിതൊന്ന് ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന പനീറായാലും കുഴപ്പമൊന്നുമില്ല.
പക്ഷേ നമ്മൾ ഹോം മെയ്ഡ് പനീറാണെങ്കിൽ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ വലിയ വലിയ ക്യൂബ്സ് ആക്കി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യാം, നമ്മൾ കുറച്ച് മുന്നേ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മസാല കൂട്ടിലോട്ട് നമ്മുടെ പനീർ ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് ആ മസാല എല്ലാം കോട്ട് ചെയ്ത് നമ്മൾ മീൻ എന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് മസാലകളെല്ലാം കോട്ട് ചെയ്യുന്ന പോലെ തന്നെ ഓരോ പനീർ നമുക്ക് ഇതുപോലെ കോട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലോട്ട് ഒന്ന് മാറ്റി കൊടുക്കാം. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയെല്ലാം പനീർ ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് സെറ്റ് ചെയ്യാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് നമുക്കിതൊരു റെസ്റ്റിന് വെച്ച് കൊടുക്കാം. 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം നോക്കിക്കോളൂ, നമ്മുടെ പനീർ ഇവിടെ നന്നായിട്ട് മസാലകളെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി അടുപ്പത്ത് ഒരു പാൻ വെച്ചതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യമനുസരിച്ച് ഓയിൽ ചേർക്കാം. അതായത് ഇത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഓയിൽ ചേർക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നമ്മുടെ പനീർ നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം മീഡിയത്തിലോട്ട് വെച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ അതേ രീതിയിൽ തന്നെ നമുക്ക് തിരിച്ചും മറിച്ചും നന്നായിട്ടൊന്ന് ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ മീനൊന്നും കഴിക്കാത്തവർക്കാണെങ്കിൽ ഇത് സൂപ്പറാണ് കേട്ടോ. ഇത് വറുത്ത് വരുമ്പോഴത്തേക്കിനും ആ റോസ്റ്റ് ചെയ്ത് വന്നതിന് ശേഷം കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇത് പ്രത്യേക ഒരു ആ മീനിൻ്റെ അതേ സ്വാദിലാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം നമുക്ക് തിരിച്ചും മറിച്ച് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. തിരിച്ചും മറിച്ചും നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നോക്കിക്കോളൂ, ഏകദേശം ഇതായി വരുന്നുണ്ട് കേട്ടോ. ഇനി ഒരു 2 മിനിറ്റും കൂടെ റോസ്റ്റ് ആയതിനു ശേഷം നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ പനീർ റോസ്റ്റ് ഇവിടെ റെഡിയാവും. അപ്പോൾ 2 മിനിറ്റിന് ശേഷം നമ്മുടെ പനീർ ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പനീർ റോസ്റ്റാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു പനീർ റോസ്റ്റ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വെജ് താലി ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു താലി സെറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു ബൗളിലോട്ട് റൈസ് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കമത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഓൾറെഡി രസം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. രസം ഒരു ബൗളിലോട്ട് ആക്കിയിട്ടുണ്ട്. ഒരു ബൗളിൽ കുറച്ച് തൈരും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. രസത്തിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് റെസിപ്പി ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കുന്ന രസമാണ്. അതിനുശേഷം നമ്മുടെ സബോളയും ക്യാപ്സിക്കം കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ആ ഒരു ഗ്രേവി ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനായിട്ട് സാലഡിനായിട്ട് കുറച്ച് സവോള റൗണ്ടായിട്ട് കട്ട് ചെയ്ത് ഒരു നാരങ്ങയുടെ പീസും കൂടെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പപ്പടമാണ്, അത് ഞാൻ മസാല പപ്പടം ജസ്റ്റ് ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ നമ്മൾ പ്ലേറ്റിലോട്ട് സെറ്റ് ചെയ്തതിന് ശേഷം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സിമ്പിൾ മെത്തേഡിൽ തയ്യാറാക്കിയിരിക്കുക സൂപ്പർ ഡൂപ്പർ നമ്മുടെ മിനി വെജ് താലി ഇവിടെ റെഡിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. പെട്ടെന്നൊരു ഗസ്റ്റ് വരുമ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു മിനി വെജ് താലിയുടെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടെസ്റ്റിവൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യും സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.